ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കുറച്ച് താമസിച്ചാണ് ഉറക്കം എണീറ്റത് കേട്ടോ. കാരണം ഇന്ന് ജോലിക്ക് പോകണ്ട, സാറൊരു മീറ്റിങ്ങിന് ബാംഗ്ലൂർ വരെ പോയിരിക്കുകയാണ്. കമ്പനി മീറ്റിങ്ങിനാണ് പോയിരിക്കുന്നത്. പിന്നെ യാസിക്ക് സ്കൂളിലും പോകണ്ട, ട്യൂഷനാണെങ്കിൽ 9 മണിക്കേ ഉള്ളൂ. തത്തമ്മ കുളിച്ച് സുന്ദരിയായി കേട്ടോ. ഞാൻ കണ്ട യാസിനെ ട്യൂഷനും വിടണം. പിന്നെ എനിക്കൊന്ന് പോസ്റ്റ് ഓഫീസിലൊരു മരുന്ന് കൊറിയർ അയക്കാനുണ്ട്, അപ്പോൾ അതിനും അയക്കാനും കൂടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ്. വലിയ ഒരുക്കമൊന്നുമില്ല, ഒരു സൺസ്ക്രീം ഇടും, പിന്നെ പൗഡർ ഇടും, കണ്ണെഴുതിയൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ യാസി വന്നിട്ട് ഹായ് പറയണം കേട്ടോ. പിന്നെ അതാണ്ട് പൗഡർ ഇട്ട് ഒരുങ്ങി, എൻ്റെ ഒരുക്കം കഴിഞ്ഞു. ഞാൻ എന്നിട്ട് വർക്കല വന്നു. വർക്കല പോസ്റ്റ് ഓഫീസിലാണ് വന്നത്. ഒരു മരുന്ന് മേടിക്കണമായിരുന്നു, അതും കൂടെ മേടിച്ചിട്ട് അത് കൊറിയർ ചെയ്യണമായിരുന്നു. പിന്നെ യാസിയുടെ ട്യൂഷനിൽ വന്ന് തിരിച്ച് വിളിക്കാനായിട്ട്. അപ്പോൾ അവന് മാത്സിന് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര അശ്രദ്ധ കൊണ്ടാണ് ആ മാർക്ക് പോയതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെ. ഞാൻ പിന്നെ അവനെ ട്യൂഷനിൽ നിന്ന് വിളിച്ച് ഇവിടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പച്ചിന്ന് കുറച്ച് ചാള തന്നായിരുന്നു. അപ്പോൾ അതിന്ന് കപ്പയും കൂടെ മേടിച്ചിട്ട് ചാളയും അവിച്ച് കപ്പയും അവിക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം കാരണം ഞാൻ വെളിയിൽ വന്നു നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ടും അവരുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്ന പിള്ളേരല്ലേ, അത് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചു. ചാളയും എടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. ചാള ക്ലീൻ ചെയ്തെടുക്കണം. നല്ല വലിയ ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പച്ചി തന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അവിക്കണമെന്ന്. കുറച്ച് ദിവസമായി നമ്മൾ ചാള അവിച്ചിട്ട്. നമ്മളിവിടെ അവിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ഇന്നെനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തു, പിന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുളി ഇടും. പുളിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കും. മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കിയെടുത്തിട്ട് അത് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചാളയിലിട്ടിട്ട് ജാറും കൂടെ കഴുകി ഇത്തിരി പോലും കഴുകി ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് എടുക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ അവിച്ചാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെറുക്കനും ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല, മോന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമ്മളെ ഉച്ചത്തെ ലഞ്ച് അതാണ് കേട്ടോ. ഞാൻ പിന്നെ ചോറൊന്നും വെക്കാൻ നിന്നില്ല, പിന്നെ നമ്മളിത് തന്നെ കഴിച്ചു. ഞാനും മോനും ഉച്ചത്തേക്ക് കഴിക്കാൻ എടുത്തിട്ട് പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരുന്നു. സത്യം പറയാമല്ലോ, ഇങ്ങനെ കഴിക്കുന്നതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ആ ചാറിൽ കിഴങ്ങൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ചാള കിട്ടുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് എല്ലാവരും നോക്കണം കേട്ടോ. സത്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ യാസിയുടെ ഫേവറേറ്റാണ് കേട്ടോ ഉപ്പും മുളകും. അതും കണ്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ ടാറ്റാ.